സർവജനത്തിനും മഹാസന്തോഷമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ അന്ത്യത്തിൻ്റെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പറയുന്നതാണ്. അതിനുവേണ്ടി വേദപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 19-ാം അധ്യായത്തെ വചനത്തെ ആസ്പദമാക്കിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഇതാരാണെന്ന് പറഞ്ഞു നോക്കുമ്പോൾ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ ഒരു ഉപമ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. സുവിശേഷത്തിൽ കാണാതെ പോയ ആടുകളെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് ആ ഉപമയിലൂടെ ഈ ലോകത്തിൻ്റെ സാരാംശമില്ലാത്ത വസ്തുതകളെ തെളിയിച്ച് പറയുകയാണ്. ഈ ലോകത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ ഈ ലോകത്തിലെ വസ്തുതകളെക്കുറിച്ച് പഠിക്കുകയും ഈ ലോകത്തിൽ നേടുന്നതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മുടിയനായ പുത്രൻ എന്നുള്ള വാക്ക് തന്നെ യഥാർത്ഥത്തിൽ മുടിഞ്ഞു പോയെന്ന പുത്രൻ എന്നല്ല, അബദ്ധസഞ്ചാരത്തിലേക്ക് പോയ, അതായത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടപ്പെടാതെ സ്വന്തം ഇഷ്ടത്തിന് പോയ ഒരു മകനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ കഥയെക്കുറിച്ച് ഞാൻ പരാമർശിച്ച് കൂടുതൽ പറയാൻ പോകുന്നില്ല. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു ഉപമയെ അവിടെ പ്രസ്താവിച്ചെന്നേ ഉള്ളൂ. ഇന്നത്തെ ലോകത്തെ നാം ചിന്തിച്ചു നോക്കുക. ഈ മുടിയനായ പുത്രൻ്റെ അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സ്ഥലത്ത് നോക്കിയാലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, ഒരിടത്തും സമാധാനമില്ല. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ഇന്ന് ധാരാളം മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ആയുധം എടുത്ത് പ്രയോഗിച്ചാൽ തന്നെ ഏതാണ്ട് ഒരു സ്ഥലത്തുള്ള അന്തരീക്ഷത്തിനും മണ്ണിനും മനുഷ്യനും എല്ലാ ജീവികൾക്കും ആപത്തുണ്ടാക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി ഒരു 3-ാം ലോകയുദ്ധം ഈ ലോകത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോകത്തിൽ അമ്പാടെ അണുപ്രസരണവും മനുഷ്യനാശവും ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ അവസാനിക്കും. അതുകൊണ്ട് യുദ്ധത്തെ ഒരിക്കലും വളരെ സ്പർശിച്ച് മുമ്പോട്ട് പോകാൻ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ദീർഘദൃഷ്ടികളോ ആഗ്രഹിച്ചിരുന്നില്ല. യുദ്ധത്തെ ഇഫ് വി ഡു നോട്ട് അബോളിഷ് വാർ ഈസ് ഗോയിങ് ടു അബോളിഷ് അസ്. നമ്മൾ ഈ യുദ്ധത്തെ നിർത്തിവെച്ചില്ലെങ്കിൽ ലോകത്തെ ഈ യുദ്ധത്തിനെ അവസാനിപ്പിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പോർ വിമാനങ്ങൾക്കൊപ്പം രാപ്പകലുകൾ പാഞ്ഞു പോകുന്ന ഈ അളവില്ലാത്ത അന്തരീക്ഷത്തിൽ നാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വസ്തുതയ്ക്കും നിൽക്കാൻ സാധ്യതയില്ല. കാരണം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ ആ ഉപമ ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുടിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള അവസ്ഥയാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ മുടിയനായ പുത്രൻ പോയതുപോലെ നാശത്തിലേക്ക് പോയി എത്തും. അതുകൊണ്ട് ഒരു പാവബോധത്തിൻ്റെ ഉദ്ബോധനം മനുഷ്യനുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതായത് യുദ്ധത്തെ നിർത്തുക എന്ന് പറയുന്നത്, മുടിയനായ പുത്രൻ മുടിഞ്ഞു പോകാൻ പോയത് അവൻ അവിടെ വെച്ചാണ് പിതാവിനെക്കുറിച്ച് ചിന്തിച്ചത്. അതുപോലെ നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ലോകത്താക്കിയിരിക്കുന്നത്. ദൈവം തൻ്റെ വാസസ്ഥലം ഒരുക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് അകന്നു പോകുന്നവരെല്ലാം മുടിയനായ പുത്രൻ്റെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധവും യുദ്ധശ്രുതിയും ക്ഷാമവും ഭൂകമ്പവും ഈ ലോകത്തുണ്ടാകുമ്പോൾ ഈ ലോകത്തിന് അവസാനം ഉണ്ടാകും. അവസാനം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ പുത്രനെ ചുംബിച്ചുകൊണ്ട് ദൈവം വിളിക്കുന്ന വഴിയിലൂടെ അപ്പനോ അടുത്ത് മകൻ തിരിച്ചു വന്നതുപോലെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ഈ മാനവരാശി രക്ഷപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇതിനേക്കാളും ഒരു വലിയ രാജ്യം വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് നോക്കുമ്പോൾ ഇന്നത്തെ ഭൂമിയും ആകാശമെല്ലാം ഒഴിഞ്ഞു പോകും. അതിനുള്ള കാലം അടുത്തിരിക്കുകയാണ്. ഇന്നത്തെ യുദ്ധങ്ങൾ നോക്കുക, യഹൂദന്മാരെ ആസ്പദമാക്കിയുള്ള യുദ്ധമാണെന്ന് നടക്കുന്നത്. എത്രയോ വലിയ യുദ്ധങ്ങൾ നടത്തി വേറെ ഒരു രാജ്യമാണ് ഈ യുദ്ധം ചെയ്തതെങ്കിൽ ഇതിനു മുമ്പ് മറ്റുള്ള രാജ്യങ്ങൾ ചാമ്പലാക്കുമായിരുന്നു. ദൈവത്തിൻ്റെ ഗാഠസ്പർശനം ഉള്ളതുകൊണ്ട് എന്തായാലും ഇതുവരെയും ഈ രാജ്യത്തിന് വേറെ കേടുപാടൊന്നും ഉണ്ടാകാതെ നിൽക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്തിൽ നമ്മൾ സമയം തക്കത്തിന് ഉപയോഗിച്ച്, ഇത് ദുർദിനമാകാൻ സമയം തക്കത്തിന് ഉപയോഗിച്ച് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് ഒരുക്കപ്പെട്ടവരായി രാജകീയ പുരോഹിത വർഗമായി മുന്നോട്ട് പോകണം. അതിനുള്ള പ്രത്യാശയുടെ കിരീടം വെച്ചുകൊണ്ട്, അതായത് കർത്തനോട് കാത്തിരിക്കുന്ന പുത്തനെ യെരൂശലേം മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങുന്ന അനുഭവത്തിലൂടെ ഈ ലോകത്തിൻ്റെ കഷ്ടവും നഷ്ടവും വ്യാധിയും ഒന്നും വകവയ്ക്കാതെ മരണമൊന്നും പറ്റാത്ത രാജ്യത്തിലേക്ക് വേണ്ടി മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതാണ്. ഈ ലോകം തരുന്നതെല്ലാം താൽക്കാലികമാണ്. ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന മണ്ണിൽ അഴിഞ്ഞു പോകും. വിൻശക്തി ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നടത്തുമ്പോൾ ആ ദൈവിക രാജ്യത്തിലേക്ക് വേണ്ടി ചിന്തിക്കുകയും ധ്യാനിക്കുകയും മാനിക്കുകയും ചെയ്യണം. ഒരു രാജ്യം നമുക്കുണ്ട്, അത് പുത്തൻ യെരൂശലേമാണ്. അതിലേക്ക് ഒരുക്കോട്ട് ചെയ്യുവാൻ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. വചനത്തെ പരാമർശിച്ച് കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ മുടിയനായ പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുകയാണ്. പാവത്തെക്കൂട്ട് അനുഭവിക്കുന്ന ദൈവത്തിലേക്ക് നാം തിരിഞ്ഞ് ജീവിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം.